Good afternoon. Good afternoon, ma'am. Okay, Shamirashi, Nandini, okay, good afternoon. Hi. Good afternoon, ma'am. Okay, Vichini, good afternoon. Nandini, food കഴിച്ചിട്ടാ Nandini, food ഒക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. Okay. ഇന്ന് അവിടെ ചൂടല്ലേ, കോട്ടൊക്കെ ഇട്ടോണ്ട് വന്ന്. ഇന്ന് കോട്ടന്റെ ഇവിടെ മഴ പെയ്ത്. ഭയങ്കര ചൂടാ. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാ ഭയങ്കര. ഓക്കെ. ഞാൻ രാവിലെ വന്നത് മഴ കൊണ്ടിട്ടാണ് ഞാൻ രാവിലെ വന്നത്. അപ്പൊ എനിക്ക് ഇത്തിരി കുറച്ച് ചൂട് എനിക്ക് കുറവ് തോന്നുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ. അതേപോലെ നന്നായി മഴ കൊണ്ടപ്പോ അല്ലേ. ഓക്കെ, ഡേസി, സജീന, മെർലിൻ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഫർസാന. ഞാൻ 3 ദിവസമായാലും അടുപ്പിച്ച് എന്നെ തന്നെ കാണുന്നേ. ചൊവ്വയും വ്യാഴം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ തിങ്കളും ചൊവ്വയും ബുധനായിട്ട് കയറുന്നത്. അശ്വതി മിസ് ലീവിലാണ്. അശ്വതി മിസ്സിന്റെ ഫാദർ ഇൻ ലോ മരിച്ചു ദുബായിൽ വെച്ച്. അശ്വതി മിസ്സിന്റെ ഇംഗ്ലീഷ് മിസ്സിലെ കുഞ്ഞശ്വതി മിസ്. അതെ. അയ്യോ, എവിടെ ഫാദർ ഇൻ ലോ മരിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച മരിച്ചതാണ്. ദുബായിൽ വെച്ച് മരിച്ചതാണ്. അപ്പൊ അവിടുത്തെ ബോഡി ഇന്നാണ് എത്തിയിട്ടുള്ളൂ. ഇത്രയും ദിവസങ്ങൾ മിസ് ലീവായിരുന്നു. മിസ്സിന്റെ ഹസ്ബൻഡും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മിസ്സിന്റെ ഹസ്ബൻഡും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും പോകണം. ഇത്രയും ദിവസങ്ങൾ എടുത്തു ബോഡി എത്താനായിട്ട്. കുറച്ച് ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കേൾക്കാണ് തോന്നുന്നു. ഓക്കെ, ശ്രുതി, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ദുബായിൽ വെച്ച് മരിച്ച കാരണം കൊണ്ട് ഇവിടേക്ക് ബോഡി എത്താനായിട്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ പിടിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച മരിച്ചതാണ്. ഇന്നാണ് ബോഡി, ഇന്ന് പുലർച്ചെയായപ്പോഴാണ് ബോഡി എത്തിയത്. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല, പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മിസ്സിന്റെ വീടും ഹസ്ബൻഡിന്റെ വീടും അടുത്തടുത്തല്ലേ? എന്താണ്? മിസ്സിന്റെ വീടും അവരുടെ ഹസ്ബൻഡിന്റെ വീടും തന്നെയല്ലേ? അതെ അതെ അതെ. ഓക്കെ, മുഹമ്മദ് ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. മിസ്സിന്റെ ഹസ്ബൻഡും വരുന്നുണ്ട്. അപ്പം ആള് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എത്തിയിട്ടുണ്ടാവണം. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചേരം ഞാൻ വ്യക്തമായിരിക്കും. ഞങ്ങൾ ഇന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടേ എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് അവിടേക്ക് പോകുന്നുണ്ട്. ഇന്നൊരു 6 മണി 5:30ക്കാണ് ഫ്യൂണറൽ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് മിസ് ലീവായിട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് മിസ്സിന്റെ ക്ലാസ്സിൽ വരെ ഞാൻ കയറുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സ്ഥിരം എന്നെ കണ്ട് ബോറടിച്ചാ നിങ്ങക്ക്? ഇല്ല മിസ്, ബോറൊന്നും അടിച്ചിട്ടില്ല. ആണോ? നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. പൊതുവെ എല്ലാവരും പറയും ഇങ്ങനെ ഒരേ ബാച്ചിൽ തന്നെ 2-3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ കയറുമ്പോ ഈ പറഞ്ഞോളം ബോറടിക്കും എന്നുള്ളത്. മിസ്സിന് ബോറടിക്കണ്ട, ഒരാഴ്ച ഞങ്ങൾ തന്നെ സഹിക്കണോണ്ട്. ഇല്ല നിങ്ങളുടെ ബാച്ച് കയറുമ്പോ അങ്ങനെ തോന്നാറില്ല. ഓക്കെ, എന്തായാലും മുഹമ്മദ് അഫ്താബ് മിസ് അശ്വതി മിസ്സിന്റെ ഫാദർ ഇൻ ലോ മരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ദിവസം ലീവില്ല കേട്ടോ. ഓക്കെ, ഞാൻ അതിനെ പറ്റി പറയായിരുന്നു കുറച്ച് നേരത്തെ. അപ്പൊ ശരി, എല്ലാവരും ഊണൊക്കെ കഴിച്ചാ? ബാക്കി എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിഞ്ഞോ? കഴിച്ചു. ഓക്കെ, പ്രിയ, ഗുഡ് ആഫ്റ്റർനൂൺ.
ഇനിയിപ്പോ ഫർസാനയുടെയും ഷാനി ഫിറോസിന്റെ എല്ലാവരുടെയും ഒക്കെ നോമ്പ് കഴിയാറായല്ലോ അല്ലേ? വെള്ളിയാഴ്ചയോടുകൂടി തീരൂലേ? കഴിയാറായി. മേ ബി നാളെയും കൂടെ പിടിച്ച മതിയായിരിക്കും ചിലപ്പോൾ. ഇല്ലെങ്കിൽ നമുക്ക് കൺഫേം പറയാൻ പറ്റില്ലല്ലോ. ഒന്നില്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ ശനി. ഓ അങ്ങനെയാണ്. നാളെ വരെ ചാൻസ് ഇല്ല, നാളെ വരില്ല. നാളെയും കൂടെ നോമ്പുണ്ട്. അപ്പൊ നമുക്ക് 29 നോമ്പാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച. ഇന്ന് നമുക്ക് 30 നോമ്പ് കിട്ടിയാൽ ശനിയാഴ്ച പെരുന്നാള്, വെള്ളിയാഴ്ചയും കൂടെ നമുക്ക് നോമ്പ് പിടിക്കണം. അങ്ങനെയാണ്. നമ്മൾ ഈ മാസപ്പിറവി വെച്ചിട്ടാണ് പെരുന്നാള് കൺഫേം ചെയ്യുന്നത്. ഡേറ്റ് നമുക്ക് പരിധി ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെരുന്നാളായിട്ട് വീട്ടിലെല്ലാരും ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാ ഗസ്റ്റുകളൊക്കെ പെരുന്നാളായിട്ട് എന്റെ വീട്ടില് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഹസ്ബൻഡിന്റെ വീട്ടിലിപ്പം ഈ കഴിഞ്ഞ ദിവസം ഫാദറിലേക്ക് പെട്ടെന്ന് സുഖമില്ലാതെയായി. ആള് പള്ളിയിൽ നമസ്കരിക്കാൻ പോയപ്പം പെട്ടെന്ന് ബോധം കെട്ടുപോയി. പിന്നെ മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു. തലയിലേക്കുള്ള ഒരു വെയിനിൽ ബ്ലോക്ക് വന്നു. നമ്മളൊരു ഇഞ്ചക്ഷനിൽ ഭാഗ്യം കൊണ്ട് പിന്നെ ബ്ലോക്ക് പൊട്ടിയില്ല, ബ്ലീഡിങ്ങും ആയിട്ടില്ല. അതുകൊണ്ട് ആ ബ്ലോക്ക് ഇഞ്ചക്ഷൻ എടുത്ത് അത് അലിയിപ്പിച്ച് കളഞ്ഞു. സോ അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇപ്പം ആള് വീട്ടിൽ വന്നു, കംപ്ലീറ്റ് മോണിറ്റർ ചെയ്ത് ഇരിക്കുന്നു വീട്ടില്. ഞാനിപ്പോ നഴ്സായേക്കുവാണ്. 2 hours കൂടുമ്പോ BP, ഷുഗർ ചെക്ക് ചെയ്യല്, കറക്റ്റ് ടൈമിൽ മെഡിസിന്, ഇൻസുലിൻ ഒക്കെ ആയിട്ട്. എന്തായാലും കുഴപ്പമില്ല, വീട്ടിലെത്തി. അപ്പൊ ഇനിയിപ്പോ വലിയ ചടങ്ങ് ഇവിടെ ഉണ്ടാവില്ല. എങ്കിലും എന്റെ വീട്ടിൽ പ്രോഗ്രാം ഒക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കാ. ഫുൾ ഫാമിലി ആയിട്ട്. എന്റെ മൂവാറ്റുപുഴ ഹസ്ബൻഡിന്റെ വീട്. അവിടുന്ന് കുറച്ചും കൂടെ ഒരു 21 കിലോമീറ്റർ എന്റെ വീട്ടിലേക്ക് പോകണം ഇവിടുന്ന്. അത് ഞാൻ പറഞ്ഞറിയില്ലായിരിക്കും പ്ലേസ് നെയിം. മൂവാറ്റുപുഴ അറിയാലോ? അവിടെ ഹസ്ബൻഡിന്റെ വീട് അവിടെ. മൂവാറ്റുപുഴ അറിയുന്ന എന്റെ ഹസ്ബൻഡിന്റെ വീട് പെരുമ്പാവൂരാണ്. അപ്പൊ ഏകദേശം അടുത്ത, ഇവിടുന്ന് 10 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ മൂവാറ്റുപുഴ നമ്മുടെ അമ്മാവന്മാരുടെ വീടൊക്കെ ഉണ്ട്. മീൻസ് ഹസ്ബൻഡിന്റെ അമ്മാവന്മാരുടെ വീട്, അമ്മാവിന്റെ ഒക്കെ വീടുണ്ട് മൂവാറ്റുപുഴ. പിന്നെ രാഖിയുടെ വീടൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു കസിൻ ഈ പറഞ്ഞോണ്ട് എന്റെ അമ്മായിയുടെ മോളെ കല്യാണം വെച്ചേക്കുന്നത് മൂവാറ്റുപുഴയാണ്. വാരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ? ശരിക്കും പറഞ്ഞാൽ വാരപ്പെട്ടി അടുത്ത് എന്റെ വീട്. ഇപ്പൊ പറഞ്ഞ എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ മതി വാരപ്പെട്ടിക്ക്. ഹസ്ബൻഡിന്റെ വീട് നമ്മൾ ആ വഴി കൂടിയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോണേ. എന്നും വാരപ്പെട്ടി കൂടി എന്റെ വീട്ടിലേക്കൊക്കെ പോണേ. അപ്പൊ അങ്ങനെ പോണല്ലേ? അപ്പൊ ശരി, ക്ലാസ് നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സില് നമ്മള് പറഞ്ഞു നിർത്തിയത് കൺസെന്റ് ഓഫ് ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ വരെയാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്പെഷ്യൽ കൺസെന്റ്സ് ആണ് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെ? നമ്മൾ പറയുന്നത് കണ്ടന്റുകളാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിലെ കണ്ടന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. കണ്ടന്റുകൾ പ്രധാനമായിട്ടും നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അതിലൊന്നാമത്തെ ഓക്കെ പ്രസീത, ഗുഡ് ആഫ്റ്റർനൂൺ പ്രസീതയ്ക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്? അവിടെ ഓക്കെ ആണോ? കേട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. എന്താണ് കഴിഞ്ഞ ദിവസം കുഴപ്പമില്ലായിരുന്നു? ഓക്കെ, ഇന്ന് കുഴപ്പമുണ്ടോ? ഓക്കെ, നാട്ടിലെ 3 മണി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ
ഇതിലേക്ക് വരാം. സ്പെഷ്യൽ കൺസെൻസ് കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളും പിന്നെ നമുക്കുള്ളത് ക്ലിനിക്കൽ ഡാറ്റകളാണ്. അങ്ങനെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകൾ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോ അടുത്ത നമ്മൾ നോക്കുന്നത് സ്പെഷ്യൽ കൺസെന്റ് ആണ്. പ്രത്യേക സമ്മതം ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങള്. എവിടെയായിരിക്കും നമുക്ക് സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമായിട്ട് വരിക? സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ? അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് രോഗിയുടെ പ്രത്യേകമായിട്ടൊരു കൺസെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് നീഡഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ് അല്ലെ? അതെ, അതായത് നമ്മൾ സാധാരണമല്ലാത്ത എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ചികിത്സാ നടപടികളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? രോഗിയിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമാണ് അല്ലെ? ഓക്കെ, ഇപ്പൊ സാധാരണ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നോർമലി ഉള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം, ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനാണെങ്കിലും അതുപോലെ അവർക്ക് റൂട്ടീൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനും ഒക്കെ അവരുടെ എന്താ വേണം? കൺസെന്റ് വേണം. അത് ഉണ്ട്. പക്ഷെ സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അല്ലാത്ത ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയറുകൾക്കൊക്കെ എന്താവശ്യമാണ്? രോഗിയിൽ നിന്നൊരു സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമാണ്. ഓക്കെ, ദിസ് ഗീവ്സ് റിട്ടേൺ പ്രൂഫ് that the patient agrees to the procedure recorded on the form അല്ലെ? അപ്പൊ നമ്മൾ ആ ഒരു സ്പെഷ്യൽ കൺസെന്റ് ഫോമില് രോഗി എന്താണ് സൈൻ ഇടുന്നതോട് കൂടിയിട്ട് ആ ഒരു എന്താണ് ചികിത്സ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ചികിത്സ ലഭിക്കുന്നതിന് ആ ഒരു പേഷ്യന്റിന് സമ്മതമാണ് എന്ന് രേഖാമൂലം അറിയിച്ചുകൊണ്ടുള്ള ഒരു എന്താണ് റിട്ടേൺ പ്രൂഫ് ആണ് അല്ലെ സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇത് പറഞ്ഞത്? കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അത് വിഷയമല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടാണ് ദിസ് ഗീവ്സ് ദ റിട്ടേൺ പ്രൂഫ് ദാറ്റ് ദ പേഷ്യന്റ് അഗ്രീസ് ടു ദ പ്രൊസീജിയർ റെക്കോർഡഡ് ഇൻ ഓൺ ദ ഫോം. അറിയാലോ? അപ്പൊ അതിൽ അവര് സിഗ്നേച്ചർ ഇടുന്നതോടുകൂടി അവർക്ക് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് എന്താണ് പേഷ്യന്റിന്റെ ആ ഒരു കൺസെന്റ് ആണ് അവർ കൊടുക്കുന്നത്. അതിന്റെ രേഖാമൂലമുള്ള ഒരു എന്താണ് റിട്ടേൺ പ്രൂഫ് ആണ് അവര് കൊടുക്കുന്നത് അല്ലെ? ഇനി നോക്കുക, കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ റിക്വയർ ദാറ്റ് the medical staff bylaws, rules and regulations states that a surgical operation may be executed only on the consent of the patient or a legal representative accepted in emergencies. അപ്പൊ പ്രത്യേകമായിട്ട് ഈ മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് എന്താണ് ഇപ്പൊ നമ്മൾ ഒരു രോഗിയുടെ ശസ്ത്രക്രിയയൊക്കെ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ രോഗിയുടെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവിന്റെയോ എന്താവശ്യമാണ്? സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമാണ് അല്ലെ? ആ സ്പെഷ്യൽ കൺസെന്റോട് കൂടി മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർജിക്കൽ ഓപ്പറേഷൻസ്, ശസ്ത്രക്രിയകൾ നടത്താനായിട്ട് പാടുള്ളൂ. അപ്പൊ അത് സർജറി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ റൂട്ടീനായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് വേണം? സ്പെഷ്യൽ കൺസെന്റ് അവിടെ ആവശ്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം ഡാറ്റകൾ എന്തിലുണ്ടായിരിക്കും? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. കാരണം ഇതൊക്കെ അങ്ങനെയല്ലേ, ഫോമുകളും കാര്യങ്ങളും ഫില്ലപ്പ് ചെയ്യേണ്ട ഫോമുകളും കാര്യങ്ങളും അല്ലെ, ഫോർമാലിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള ഡാറ്റകളാണ്. അത് മെഡിക്കൽ റെക്കോർഡിന്റെ കണ്ടന്റ് ആണ്. അപ്പൊ ഒരു കാറ്റഗറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കാറ്റഗറി എന്താ നമ്മൾ പറഞ്ഞത്? ക്ലിനിക്കൽ ഡാറ്റയാണ് അല്ലെ? ഇതാണ് ക്ലിനിക്കൽ ഡാറ്റ. ക്ലിനിക്കൽ ഡാറ്റ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ചികിത്സാപരമായിട്ടുള്ള വിവരങ്ങളാണ് ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു 22 എണ്ണം ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. ക്ലിനിക്കൽ ഡാറ്റകൾ അഡ്മിഷൻ ഓൺ ഡിസ്ചാർജ് റെക്കോർഡ്, പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്സ്, റേഡിയോളജി റിപ്പോർട്ട്സ്, അതുപോലെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ, ECG റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് ഡാറ്റ, അതുപോലെ അനസ്തേഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റെക്കോർഡ്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്സ്, then TPR ഗ്രാഫിക് ചാർട്ട്, മെഡിക്കേഷൻ ഷീറ്റ്, ഡയറ്റ് ചാർട്ട്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, respiratory therapy report, then miscellaneous reports,
ലബോറട്ടറി റിപ്പോർട്ട് ആൻഡ് ഡിസ്ചാർജ് സമ്മറി. ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഡാറ്റയിൽ മാത്രമായിട്ട് വരുന്നത് കേട്ടോ. ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് എല്ലാം മനസ്സിലാക്കണം കേട്ടോ. എല്ലാം അറിയുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഓരോന്ന് എന്താന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് അല്ലെ. നമ്മൾ രോഗി അഡ്മിറ്റ് ആകുമ്പോഴും അവര് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ് എവിടെയും വരുന്നുണ്ട്, നമ്മുടെ ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ അകത്തും വരുന്നുണ്ട് കേട്ടോ. കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അഡ്മിഷൻ ഫോം നമ്മൾ ഫിൽ ചെയ്യുന്നതും കൺസെന്റ് വാങ്ങുന്നതും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. അതൊക്കെ ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്, അതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാതെ ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്തും എന്ത് വരുന്നുണ്ട്, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ ക്ലിനിക്കൽ ഡാറ്റകളാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നത് നോക്കിയേ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. നമ്മൾ രോഗിയിൽ നടത്തുന്ന എല്ലാ ഡയഗ്നോസിസും അവർക്ക് കൊടുക്കുന്ന എല്ലാ ചികിത്സാ സംബന്ധമായിട്ടുള്ള വിവരങ്ങളും നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, ഈ പറയുന്ന അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. പിന്നെന്താണ്, ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഓതന്റിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ അല്ലെ. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻസ് ആണ് അതിന്റെ ജെനുവിനിറ്റി അല്ലെങ്കിൽ അതിന്റെ ഓതന്റിക്കേഷൻ, അത് ഓതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് മീൻസ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷന്റെ ജെനുവിനിറ്റി പരിശോധിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്, ഡോക്ടറിനാണ് അല്ലെ. അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണോ അവരാണ് ആ വിവരങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിനകത്ത് രേഖപ്പെടുത്തേണ്ടത് അല്ലെ. ആ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവര് ചെയ്തിട്ടുള്ള എല്ലാ ഡയഗ്നോസിസിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ആരാണ് കൊടുക്കുന്നത്, അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ് അതിന്റെ ചുമതല. പിന്നെന്താണ്, ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി വെൽ റിട്ടേൺ ഇൻ ഫുൾ വിതൗട്ട് സിംബൽസ് ആൻഡ് അബ്രീവിയേഷൻസ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ഡയഗ്നോസിസും നമ്മൾ രോഗിയിൽ ചെയ്യുന്ന എല്ലാ ഡയഗ്നോസിസും അതുപോലെ തന്നെ ചികിത്സകളും അത് അബ്രീവിയേഷൻസുകളൊന്നും ഉപയോഗിക്കാതെ വളരെ വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. അബ്രീവിയേഷൻ ഉപയോഗിക്കരുത് കേട്ടോ, ചുരുക്കെഴുത്തൊന്നും വെച്ച് എഴുതരുത്. എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോടുകൂടി ഫുള്ളായിട്ട് പൂർണ്ണ രൂപത്തില് സിംബലുകളോ മറ്റുള്ള ചുരുക്കെഴുത്തുകളോ ഒന്നും ഉപയോഗിക്കാതെ എന്ത് ചെയ്യണം, വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്താൻ. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ നമ്മൾ എന്താ ഉൾപ്പെടുന്നത്, നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന ഡയഗ്നോസിസ്, നമ്മൾ അഡ്മിഷൻ സമയത്തും ഡിസ്ചാർജ് സമയത്തൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തും. അവർ ചെയ്യുന്ന ഡയഗ്നോസിസ് എന്തൊക്കെയാണ്, രോഗിക്ക് കൊടുക്കുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി അതിന്റെ ചുമതല ആർക്കാണ്, അത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ്, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്കാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ അതിൽ ഇൻഫർമേഷൻ എഴുതേണ്ടതെന്ന് പറഞ്ഞത്, ഇപ്പോഴും നമ്മള് വ്യക്തമായിട്ട് എഴുതണം അല്ലെ, കംപ്ലീറ്റ് ആയിട്ടും പൂർണ്ണമായിട്ടും അല്ലെ, സോറി കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫുൾ ആയിട്ട് എഴുതണം അല്ലെ. ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പാടില്ല, അബ്രിഗേഷൻസ് ഒന്നും ഉപയോഗിക്കരുത്. വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും വേണം നമ്മൾ അവിടെ വിവരങ്ങളെ രേഖപ്പെടുത്താനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പൊ അത് കഴിഞ്ഞു, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് കഴിഞ്ഞു. അടുത്തത് മെഡിക്കൽ ഹിസ്റ്ററി ആണ് കേട്ടോ. എന്താണ്, മെഡിക്കൽ ഹിസ്റ്ററി ആണ്. ഓക്കെ, എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാഥമിക രോഗനിർണയത്തിലോട്ട് എത്താനായിട്ട് ഒരു ഡോക്ടറെ സഹായിക്കുന്ന വിവരങ്ങളാണിത് മെഡിക്കൽ ഹിസ്റ്ററി. ഇപ്പൊ നമ്മളായാലും ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഡോക്ടർ കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും അല്ലെ. അത് തന്നെ അതായത് നമ്മൾ ശാരീരികമായിട്ട് പരിശോധന ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പല കാര്യങ്ങൾ നമ്മളോട് ചോദിക്കൂ അല്ലെ. കാണുമ്പോൾ തന്നെ എന്താണ് പ്രശ്നം, എന്തൊക്കെയാണ്, നിങ്ങൾ കുറെ കാര്യങ്ങൾ ഡോക്ടർ നമ്മളോട് ചോദിക്കും അല്ലെ. എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഹിസ്റ്ററികൾ ചോദിക്കും അല്ലെ. അങ്ങനെ അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൈമറി രോഗനിർണയം നടത്താനായിട്ട് അല്ലെ, ഒരു അതായത് ഡയഗ്നോസിസ്, കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുന്നതിന് മുൻപായിട്ട് അവർ ചെയ്യുന്നൊരു തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ.
ഓക്കെ, അത് അപ്പൊ നമുക്കത് നോക്കാം. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? The data physician uses to establish a preliminary provisional diagnosis on which to base the treatment of the patient. Okay, on which to base the treatment begins. അത്രയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു രോഗിയുടെ പ്രാഥമികമായിട്ടുള്ള രോഗനിർണയത്തിലൂടെ എത്താനായിട്ട് ഒരു ഡോക്ടറിനെ സഹായിക്കുന്ന ഡാറ്റ, ഇതാണ് എന്ത്? മെഡിക്കൽ ഹിസ്റ്ററി. ക്ലിയർ? അപ്പൊ എന്താ ചിലപ്പോൾ ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും വിച്ച് ക്ലിനിക്കൽ ഡാറ്റ ദാറ്റ് യൂസസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന അങ്ങനെയൊക്കെ ആവും ചോദ്യങ്ങൾ വരിക. അപ്പൊ ഏതാ ക്ലിനിക്കൽ ഡാറ്റകൾ നമ്മൾ 22 പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഏതാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇതാണ് മെഡിക്കൽ ഹിസ്റ്ററിയാണ് കേട്ടോ. ഡാറ്റ ഫിസിഷ്യൻ യൂസേഴ്സ്, അതായത് ഒരു രോഗിക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു താൽക്കാലിക രോഗനിർണയത്തിലോട്ട് എത്താൻ, ഫൈനൽ രോഗനിർണയമല്ല, ഒരു താൽക്കാലികമായിട്ടും പ്രാഥമികമായിട്ടുള്ള ഒരു രോഗനിർണയത്തിലോട്ട് എത്താനായിട്ട് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നത്, ഒരു ഡോക്ടറെ സഹായിക്കുന്ന ആ ഒരു ഡാറ്റയാണ് ഇത് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് രോഗിക്ക് എങ്ങനെ ചികിത്സ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറുകൾ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെയാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്? എന്തൊക്കെ ഡാറ്റകളായിരിക്കും അതിനകത്ത് ഉൾപ്പെടുന്നത് നോക്കിയിട്ട്. ഒന്ന്, ചീഫ് കംപ്ലൈന്റ്. നമ്മൾ സാധാരണ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ചോദിക്കുന്ന കാര്യങ്ങൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചീഫ് കംപ്ലൈന്റ് അല്ലെ, പ്രധാനപ്പെട്ട ഇഷ്യൂസുകൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്താണ്. പിന്നെ പ്രസന്റ് ഇൽനെസ് അല്ലെ, ഇപ്പൊ നിലവിലെ അസുഖം എന്താണ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രോഗലക്ഷണം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ, പ്രസന്റ് ഇൽനെസ്. പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, നമുക്ക് മുന്നേ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മൾ മുന്നേ വല്ല സർജറിയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഡോക്ടർ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. ഓക്കെ, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. പിന്നെയോ ഫാമിലി ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വല്ല ചുമയോ അല്ലെ, ചുമയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത്, ചുമ ശ്വാസമുട്ടലൊക്കെ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത്, അലർജി ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഡോക്ടർമാര് പൊതുവെ ചോദിക്കാറുണ്ട് അല്ലെ, ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ഒരു പതിവുണ്ട്. അതെന്നെ ഫാമിലി ഹിസ്റ്ററി അല്ലെ. അതെ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അതുപോലെ വല്ല പാരമ്പര്യമായിട്ട് അതിന്റെ ഡയബറ്റിക് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ, അത്തരം അസുഖം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ റിവ്യൂ ഓഫ് സിസ്റ്റംസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവയവ വ്യവസ്ഥകളെ പറ്റിയിട്ടും എല്ലാ ബോഡി സിസ്റ്റത്തിനെ പറ്റിയിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് ചോദിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെ, ഇപ്പൊ നമുക്ക് മറ്റുള്ള അവയവ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ ബിപിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും അല്ലെ, ഷുഗർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ, കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് ചോദിക്കുന്നത്? അതായത് ആ ഡോക്ടർക്ക് ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നതിന് ഡോക്ടർക്ക് ഒരു അനുമാനത്തിൽ എത്താൻ പറ്റും. അതൊരു ഫൈനൽ ഡയഗ്നോസിസ് അല്ല, വെറും ഒരു പ്രിലിമിനറി ഡയഗ്നോസിസ് മാത്രമാണ്. ഇന്ന രോഗമാകാം അല്ലെങ്കിൽ ഇന്ന പ്രശ്നമാകാം എന്ന് ഡോക്ടർക്ക് എന്താണ് ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് സഹായിക്കും. പക്ഷെ അതൊരു ഫൈനൽ ഡയഗ്നോസിസ് അല്ല, പ്രിലിമിനറി തന്നെ പേഴ്സണൽ പറഞ്ഞ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പ്രൈമറി റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഡോക്ടർ സഹായിക്കുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഡാറ്റയെ നമുക്ക് എന്ത് പറയുന്നു? മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. What is medical history? Which clinical data that uses to establish a preliminary provisional diagnosis എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം എന്താണ്? മെഡിക്കൽ ഹിസ്റ്ററിയാണ്. മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓരോ ക്ലിനിക്കൽ ഡാറ്റ മനസ്സിലാക്കി തരുമോ? അടുത്തതാണ് എന്ത്? ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെ, ശാരീരികമായിട്ടുള്ള പരിശോധന. അപ്പോ നമ്മളൊരു പ്രിലിമിനറി ഡയഗ്നോസിസ് കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടറുടെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫൈനൽ ഡയഗ്നോസിസിലോട്ട് എത്തുന്നത് ഇതിലൂടെയാണ്, ശാരീരികമായിട്ടുള്ള പരിശോധനയിലൂടെയാണ്. അതിലാണ് നമുക്ക് ഫൈനലായിട്ട് കൃത്യമായിട്ട് എന്താണ് രോഗം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. സോ ഇറ്റ് പ്രൊവൈഡ്സ് ദ ബേസ് ലൈൻ ഡാറ്റ അബൌട്ട് ദ പേഷ്യന്റ് ടു ഹെൽപ്പ് ദ ഫിസിഷ്യൻ ഇൻ ഡിസൈഡിങ് എ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് മീൻസ് ഫൈനൽ ഡയഗ്നോസിസ് കേട്ടോ. അപ്പൊ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വാട്ട് ഈസ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ്, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഡാഷ് പ്രൊവൈഡ്സ്
baseline data about the patient to help the physician in deciding a diagnosis. അതായത് ഒരു രോഗിയുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള രോഗനിർണയത്തിലോട്ട് എത്തിച്ചേരുന്നതിന് ഒരു ഡോക്ടറെ സഹായിക്കുന്ന പേഷ്യന്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലിനിക്കൽ ഡാറ്റ ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഫിസിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പറയട്ടെ, മെഡിക്കൽ ഹിസ്റ്ററി ഫിസിക്കൽ എക്സാമിനേഷൻ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരു പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, പ്രിലിമിനറി ആയിട്ടുള്ള ഒരു വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു രോഗനിർണയത്തിലോട്ട് എത്താനാണ് മെഡിക്കൽ ഹിസ്റ്ററി സഹായിക്കുന്നതെങ്കിൽ ഒരു രോഗിയുടെ ഫൈനൽ ഡയഗ്നോസിസ് തീരുമാനിക്കാൻ അതിന് ഒരു ഡോക്ടറെ സഹായിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് ലഭിക്കുന്നത്. പിന്നെ the examination should include all the body systems. അല്ലെ, ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് മാത്രം ആയിരിക്കില്ല അല്ലെ. നമ്മുടെ ബോഡിയുടെ എല്ലാ എന്താ പറയാ ഓർഗൻ സിസ്റ്റത്തിന്റെയും പരിശോധനകള് അതിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ ബോഡി സിസ്റ്റംസ് അല്ലെ. അതെ, അതായത് ഒരു പേഷ്യന്റിന്റെ ഫുൾ ബോഡി സിസ്റ്റത്തിന്റെ ഒരു റിവ്യൂ, എല്ലാ അവയവ വ്യവസ്ഥകളെ പറ്റിയിട്ടുമുള്ള ഒരു പരിശോധന അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? The degree of details relies on the age and sex of the patients, symptoms, other physical findings or laboratory data. അതുകൂടാതെ നമ്മൾ ഒരു രോഗിയുടെ വയസ്സ്, അതുപോലെ അവരുടെ എന്താ പറയാ ജെൻഡർ ഐഡന്റിറ്റി, മെയിൽ ആണോ ഫീമെയിൽ ആണോ, പിന്നെ അവരുടെ രോഗലക്ഷണങ്ങള്, പിന്നെ മറ്റു ശാരീരികമായിട്ട് ഉള്ള മറ്റ് ഫൈൻഡിങ്സുകള്, അവരുടെ ലാബ് ഇൻഫർമേഷൻ, ലബോറട്ടറി സംബന്ധമായിട്ടുള്ള ഡാറ്റ, ഈ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു പരിശോധനയുടെ ആഴം നമ്മൾ നിശ്ചയിക്കുന്നത്. ശരിയല്ലേ? എത്ര ഡിഗ്രി, എത്ര ആഴത്തില് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തൊക്കെ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നയാളുടെ വയസ്സ് അല്ലെ, വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തി, പിന്നെ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, ആണാണോ പെണ്ണാണോ അല്ലെ. ഫീമെയിൽസിന് മാത്രമായിട്ട് ചില അസുഖങ്ങൾ വരാറുണ്ട് അല്ലെ, അതുപോലെ മെയിൽസിന് മാത്രമായിട്ട് ചില അസുഖങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ രോഗത്തിന്റെ ലക്ഷണം, മറ്റു ഫിസിക്കൽ ഫൈൻഡിങ്സ്, ലാബ് ഡാറ്റ, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പരിശോധനയുടെ ആള് നമ്മൾ നിശ്ചയിക്കുന്നത് അല്ലെ. ലാബ് ടെസ്റ്റില് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് വേരിയേഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ഒരു കൂടുതൽ പരിശോധനകൾ നടത്താൻ നമ്മളോട് ആവശ്യം. അധികം വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കുഴപ്പമില്ല, മരുന്ന് തന്ന് നമ്മൾ വിടും. ഇനി അതിലൊക്കെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കാണിക്കുമ്പോഴാണ് ഒരു ഫർദർ ട്രീറ്റ്മെന്റും ഫർദർ ഡയഗ്നോസിസിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ എക്സാമിനേഷൻസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യും അല്ലെ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. പിന്നെ അതുപോലെ ഒരു രോഗിയുടെ പ്രായം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്രായം അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഫിസിക്കൽ എക്സാമിനേഷന് മനസ്സിലാക്കിയത്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ല എല്ലാവർക്കും? ഓക്കെ, അടുത്തതാണെന്ത്? ഫിസിഷ്യൻ ഓർഡർ. ഇതാണ് ഫിസിഷ്യൻ ഓർഡർ. അപ്പൊ ഒരു ഡോക്ടർ കൊടുക്കുന്ന ഒരു ഓർഡർ ആണെന്ന് മനസ്സിലായി അല്ലെ. ആർക്ക് കൊടുക്കുന്ന ഓർഡർ ആയിരിക്കും? ആർക്കായിരിക്കും ഓർഡർ? പേഷ്യന്റിന് കൊടുക്കുന്ന ഓർഡർ ആണോ? അല്ല. പിന്നെ ആർക്ക് കൊടുക്കുന്ന ഓർഡർ ആണ്? ഡോക്ടർ അവരുടെ നഴ്സസ്, അതുപോലെ മറ്റ് മെഡിക്കൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന എന്താണ് നിർദ്ദേശങ്ങൾ അല്ലെ. ഓക്കെ, അതാണ് എന്ത്? ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. ഡോക്ടർ രോഗിക്ക് കൊടുക്കുന്നതല്ല, പകരം രോഗിയുടെ ചികിത്സാ സംബന്ധമായിട്ട് നഴ്സസിന് മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കുന്നതാണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. The written or oral orders constitute the attending physician's direction to the nursing and auxiliary services and concerning all medications and treatments of the patient. Okay, അതായത് നമ്മൾ ഈ പറയുന്ന രോഗി അല്ലെ, രോഗിയെ സംബന്ധിച്ചുള്ള അവരുടെ മരുന്നുകളെ പറ്റിയിട്ടും അവർക്ക് കൊടുക്കേണ്ട ചികിത്സകളെ പറ്റിയിട്ടും നഴ്സസിനും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കും ഒരു ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അത് വാക്കാലും രേഖാമൂലം ഒക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിഷ്യൻ ഓർഡർ. ചില കാര്യങ്ങൾ അതിന് പറയും, അതനുസരിച്ച് അവർ ചെയ്യണം. ചിലത് രേഖാമൂലം ഇന്നത് ചെയ്യുന്ന ഡോക്ടർ കൊടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു രോഗിയുടെ മെഡിക്കേഷൻസിനെ സംബന്ധിച്ചും ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിട്ടും നഴ്സസിനും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കും ഒരു ഡോക്ടർ നൽകുന്ന എന്താണ്? വാക്കാലും രേഖാമൂലവുമുള്ള അല്ലെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങള്, ഡയറക്ഷൻസുകള്, അതിനെയാണ് നമ്മള് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? അടുത്തത് എന്താണ്?
പ്രോഗ്രസ് നോട്ട്സ് ആണ് കേട്ടോ. എന്താണ് പ്രോഗ്രസ് നോട്ട്സ്? പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഗ്രസ് എന്ന് തന്നെ പറയുന്നത് നമുക്കറിയാൻ പറ്റും അല്ലെ? അതായത് നമ്മൾ പറയില്ലേ, ഒരു രോഗിക്ക് നമ്മൾ ചികിത്സയും മറ്റുമൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടും മറ്റും നമ്മൾ എന്താണ് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് അല്ലെ? അതെ, അതായത് നമ്മുടെ രോഗിയുടെ ആരോഗ്യ നിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് ഡോക്ടർമാര് തയ്യാറാക്കുന്ന ഒന്നാണിത് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നോക്കാം. അത് തന്നെ പുരോഗതി കേട്ടോ. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണ് പ്രോഗ്രസ് നോട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പ്രോഗ്രസ് നോട്ടിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തി നോക്കിയേ? കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്, രോഗ കാരണം എന്താണ്? അതുപോലെ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, ഓരോ ചികിത്സയോടുമുള്ള രോഗിയുടെ പ്രതികരണം എന്താണ്? അതുപോലെ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ് അല്ലെ? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ രോഗിയുടെ ആ ഒരു ചികിത്സയില് ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന ഓരോരോ മൈന്യൂട്ട് ആയിട്ടുള്ളത് മുതൽ അല്ലെ എല്ലാ ചെറിയ മാറ്റങ്ങൾ വരെ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒന്നാണ് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് കോസ് ഓഫ് പേഷ്യന്റ് ഇൽനെസ് ഉണ്ടാവും, ചികിത്സയോടുള്ളവരുടെ റെസ്പോൺസ് അല്ലെ, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, ദെൻ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രോഗിയുടെ കണ്ടീഷൻ അല്ലെ, അവസ്ഥ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു പ്രോഗ്രസ് നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഇനി ആരാണ് ഇത് തയ്യാറാക്കേണ്ടത്? ആർക്കാണ് അതിന്റെ ഒരു ലൈബിലിറ്റി ഉള്ളത്? ആർക്കാണ് നോക്കിയേ? അറ്റൻഡിങ് ഫിസിഷ്യൻ അല്ലെ? അറ്റൻഡിങ് ഫിസിഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് പ്രോഗ്രസ് നോട്ട്സ് അല്ലെ? ഈ പ്രോഗ്രസ് നോട്ട്സ് പൂർത്തിയാക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? ഡോക്ടറുടേതാണ് അല്ലെ? അവർ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണോ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് എ ഫൈനൽ നോട്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രസ് നോട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്, ഇത് മൂന്നും ഉൾപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഒരു തരത്തിൽ നമ്മൾ പറഞ്ഞ കോസ് ഓഫ് പേഷ്യന്റ് ഇൽനെസ് അല്ലെ, രോഗകാരണം, എന്ത് രോഗം കൊണ്ടാണ് അവർ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്, അഡ്മിഷൻ നോട്ടിൽ നമ്മൾ അത് തന്നെ രേഖപ്പെടുത്താം. അതുപോലെ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് അല്ലെ, ചികിത്സയോടുള്ള പ്രതികരണം, അത് തന്നെയാണ് ഈ ഫോളോ അപ്പ് അല്ലെ, ഫോളോ അപ്പ് ചെയ്തു പോകും. പിന്നെ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഫൈനൽ നോട്ട് അല്ലേ, ഫൈനൽ നോട്ട്. അപ്പൊ ഈ പറയുന്നത് എല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിനകത്ത് അഡ്മിഷൻ നോട്ടിന്റെ കാര്യം മാത്രം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം. ദ അഡ്മിഷൻ നോട്ട് കൺസിസ്റ്റ് ഓഫ് ദ ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. കേട്ടോ, ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്ന സമയത്തുള്ള രോഗിയുടെ അവസ്ഥ അത് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്, അഡ്മിഷൻ നോട്ടിനടുത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ഇൻഫർമേഷൻസ് ആർ മാർക്കഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ മെഡിക്കൽ ഹിസ്റ്ററിയും പിന്നെ ഫിസിക്കൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ലഭിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ അഡ്മിഷൻ നോട്ടിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇനി പ്രോഗ്രസ് നോട്ട്സ് ഇൻക്ലൂഡ് ഓൾ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് ആൻഡ് പേഷ്യൻസ് റെസ്പോൺസ് ടു വിച്ച്. അപ്പൊ പ്രോഗ്രസ് നോട്ടിനകത്ത് നമ്മളൊരു കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സുകളും നമ്മൾ എഴുതുന്നുണ്ട്. അതുപോലെ ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള രോഗിയുടെ പ്രതികരണവും നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലിയർ? ഓക്കെയാണോ എല്ലാവർക്കും? അടുത്തതാണ് പാത്തോളജി റിപ്പോർട്ട് കേട്ടോ. എന്താണ് പാത്തോളജി റിപ്പോർട്ട്? പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ലബോറട്ടറി റിപ്പോർട്ട് ആണോ എന്ന് തോന്നും. ലാബ് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ലബോറട്ടറി റിപ്പോർട്ട് വേറെയാണ്. പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ മുറിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്യുന്ന കോശങ്ങള് അല്ലെങ്കിൽ ടിഷ്യൂസുകള്, മറ്റ് എന്താ പറയാ ഫ്ലൂയിഡ്സുകള്, ഓക്കെ, ഇതൊക്കെ ലാബിനെ പരിശോധിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് കേൾക്കുമ്പോൾ പാത്തോളജി ലബോറട്ടറി എങ്ങനെയാണോ എന്ന് ഉദ്ദേശിച്ചില്ല. ലാബ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ കുറെ കൂടെ ഈ പറയുന്ന പോലെ ബ്ലഡ് അല്ലെ, ബ്ലഡ് മാത്രമല്ല ബ്ലഡ് മറ്റ് ബയോളജിക്കൽ ആയിട്ടുള്ള എല്ലാ സ്പെസിമെൻസും നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. പാത്തോളജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ നീക്കം ചെയ്യുന്നതോ അല്ലെങ്കിൽ മുറിച്ചു മാറ്റുന്നതോ ആയിട്ടുള്ള കോശങ്ങള്, അതുപോലെ ടിഷ്യൂസുകള്, ദ്രാവകങ്ങള്, അതൊക്കെ ലാബിൽ വെച്ച് പരിശോധിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കി, മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിഷ്യൂ എക്സ്പെൻഡ്
removed from patient during the time of surgery or a specialized procedure like the biopsy. ഇപ്പൊ നമ്മൾ ബയോപ്സി ടെസ്റ്റ് ഒക്കെ ചെയ്ത് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ചില അബ്നോർമൽ ആയിട്ടൊക്കെ ഉള്ള കോശങ്ങള് ടിഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, ഹരിത അത് ലാസ്റ്റ് പറയാം കേട്ടോ. പ്രോഗ്രസ് നോട്ട് ലാസ്റ്റ് ഒന്നുകൂടെ പറയാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ക്ലാസ് പോട്ടെ, ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ ബയോപ്സിയുടെ കാര്യമാണ് പറഞ്ഞത്. ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അബ്നോർമൽ ആയിട്ട് കോശങ്ങള് സെല്ലുകളൊക്കെ വരുമ്പോ അത് റിമൂവ് ചെയ്തിട്ട് അത് ബയോപ്സി ടെസ്റ്റിന് അയക്കും അല്ലെ, ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സർജറിയിലൂടെ അല്ലെങ്കിൽ ബയോപ്സിയിലൂടെയൊക്കെ നീക്കം ചെയ്യുന്ന കോശങ്ങളൊക്കെയാണ് നമ്മൾ ഇതുപോലെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് കേട്ടോ. അങ്ങനെ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് എന്ത്, പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പൊ ബയോപ്സി ഇത്തരം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാത്തോളജി അല്ലെ ടെസ്റ്റിലൂടെ നമുക്ക് പല രോഗങ്ങളും ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, എന്തായിട്ട് ഇത് ലാബ് ലബോറട്ടറിയിൽ തന്നെ നടത്തുന്ന പരിശോധനയാണ്. പക്ഷെ ഇത് കുറെ കൂടി ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. അപ്പൊ ബയോപ്സി സർജറിയുടെ ഒക്കെ റിമൂവ് ചെയ്യുന്ന കോശം, ടിഷ്യൂസ്, മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ് എന്ത്, റേഡിയോളജി റിപ്പോർട്ട്. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാലോ, റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തെന്നാ, എക്സ്റേ, സ്കാനിങ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ റിപ്പോർട്ട് ഇത്രയേ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇറ്റ് ഇൻക്ലൂഡ് എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സിറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി. സിറോഗ്രഫി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, എക്സ്റേ പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, തെർമോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ തെർം മീൻസ് ടെമ്പറേച്ചർ നോർത്താൽ മതി കേട്ടോ. നമ്മൾ ഈ പറയുന്ന എന്താ പറയാ തെർമൽ ഇമേജിംഗ് ടെക്നിക്കുകളാണ് കേട്ടോ തെർമോഗ്രഫി എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമ്മളോട് ചോദിക്കില്ല, എങ്കിലും തെർമോഗ്രഫി ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ടെമ്പറേച്ചർ ആണിത്. ഓക്കെ, ടെമ്പറേച്ചർ ഇമേജിംഗ് ടെക്നിക്കാണ് തെർമോഗ്രഫി. സിറോഗ്രഫി ഇതുപോലെ തന്നെ എക്സ്റേ പോലെ തന്നെയാണ്. പിന്നെ അൾട്രാസോണോഗ്രഫി, അൾട്രാസൗണ്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകളാണ് ഉദ്ദേശിക്കുന്നത്, റേഡിയോളജി റിപ്പോർട്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തതാണ് എന്ത്, കൺസൾട്ടേഷൻ റിപ്പോർട്ട് കേട്ടോ. ഒരു കാര്യം ചെയ്ത് വരെയുള്ളത് വായിച്ചു നോക്കി, റേഡിയോളജി റിപ്പോർട്ട് വരെയുള്ളത് വായിച്ചു. ഓക്കെ, അടുത്തത് കൺസൾട്ടേഷൻ റിപ്പോർട്ട് കേട്ടോ. നമ്മൾ പറയില്ലേ കൺസൾട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യലിസ്റ്റുകളാണല്ലോ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേക വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അല്ലെ, അവര് ഒരു രോഗിയെ പരിശോധിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണിത് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. കൺസൾട്ടേഷൻ റിപ്പോർട്ട്, കൺസൾട്ടന്റ് എന്ന് പറയുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലെ. ഡോക്ടേഴ്സ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലെ വളരെ വിദഗ്ധരായിട്ടുള്ള ഒരു ഡോക്ടർ അല്ലെ, അവരാണല്ലോ കൺസൾട്ടന്റ്. അവര് ഒരു രോഗിയെ പരിശോധിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട്, ദാറ്റ് ഈസ് കോൾഡ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. നമുക്ക് നോക്കാം, ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യൻസ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, രോഗിയെ പരിശോധിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട്, ദാറ്റ് ഈസ് കോൾഡ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. ആൻഡ് ദിസ് ഒപ്പീനിയൻ ഈസ് ഡിപെൻഡന്റ് upon the review of the patient's medical record, an examination of attending physician and the patient and a conferencing with the attending physician. അപ്പോൾ ഈ ഒരു കൺസൾട്ടേഷൻ റിപ്പോർട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തയ്യാറാക്കുന്നത് എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്, ഒന്ന് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച്,
അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അല്ലെ അവരിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് കേട്ടോ. ഓക്കെ, നേരിട്ട് കണ്ടും പരിശോധിക്കും അല്ലെ, അവർ പറയുന്ന പേഷ്യൻസിനെ നേരിട്ട് കണ്ടിട്ടും പരിശോധിച്ചിട്ടും പിന്നെ അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തും മറ്റുമാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് അവർ തയ്യാറാക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ക്ലിനിക്കൽ ഡാറ്റ ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യന്റ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഉത്തരം? കൺസൾട്ടേഷൻ റിപ്പോർട്ട്. ഓക്കെ, ഓരോ ക്ലിനിക്കൽ ഡാറ്റ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് എന്താണ്? അനസ്തേഷ്യ റിപ്പോർട്ട്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നു അല്ലെ. ഓക്കെ, സർജറിക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനാണ് അത് വരുന്നത് അല്ലെ. ഇറ്റ് ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ ബിഫോർ ഓപ്പറേഷൻ, അതുപോലെ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഗിവൺ, ടൈം ഗിവൺ ആൻഡ് ഇഫക്ട് അല്ലെ. നമ്മള് ഈ പറയുന്ന സർജറിക്ക് മുൻപോ അതിനുശേഷമൊക്കെ നൽകുന്ന എന്താണ് അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെ. അപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ എന്ത് മെഡിസിൻ ആണ് അനസ്തേഷ്യക്ക് എന്ത് ഉപയോഗിച്ചു, എത്ര അളവിലാണ് നമ്മൾ ഉപയോഗിച്ചത്, എത്ര അളവിലാണ് അവർക്ക് ഓരോരുത്തർക്കും അനസ്തേഷ്യ കൊടുക്കുന്ന ആ എമൗണ്ട് വ്യത്യാസം ഉണ്ട് അല്ലെ. ഓരോരുത്തരുടെ ബോഡി കണ്ടീഷനെ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റുകൾ ആണിത് കൊടുക്കുന്നത് അല്ലെ. നോർമൽ ഡോക്ടേഴ്സ് അല്ല, അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റുകളാണ് ഇത് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ, അനസ്തേഷ്യയുടെ ആ ഒരു അളവ്, അതുപോലെ എപ്പോഴാണ് കൊടുത്തത്, അനസ്തേഷ്യ കൊടുത്തതിന് ശേഷമുള്ള രോഗിയുടെ ഇഫക്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോക്കിയേ, ആൾസോ ഇൻക്ലൂഡ്സ് അനസ്തെറ്റിക് ഏജന്റ്, the amount, the technique used to execute it, the effect and duration of the anesthetic, temperature, pulse, respiration and blood pressure, etc. അതോടൊപ്പം തന്നെ ഏത് അനസ്തെറ്റിക് ഏജന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അതിന് ഏത് അനസ്തേഷ്യ മെഡിസിൻ ആണ് കൊടുക്കുന്നത്, അതിന്റെ എമൗണ്ട്, അതുപോലെ ടെക്നിക്ക്, ഏത് രീതിയിലാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. നമ്മൾ പല ടൈപ്പ് ഓഫ് അനസ്തേഷ്യ പഠിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ മൊഡ്യൂളുകളില്. നമുക്കറിയാം മാസ്ക് വഴി കൊടുക്കുന്നുണ്ട് അല്ലെ, അതല്ലാണ്ട് IV ആയിട്ടൊക്കെ കൊടുക്കാം അല്ലെ, IV ആയിട്ട് കൊടുക്കാം. അപ്പൊ ഏത് രീതിയിലാണ് നമ്മളത് കൊടുക്കുന്നത്, പിന്നെ അതിന്റെ ഇഫക്റ്റ് എന്താണ്, എത്ര ഡ്യൂറേഷൻ ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ രോഗിയുടെ ടെമ്പറേച്ചറും പൾസും റെസ്പിറേഷനും BPയും ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും വിവരങ്ങളാണ് അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, എല്ലാവർക്കും എളുപ്പമുള്ള കാര്യങ്ങളാണ്. അടുത്തതാണ് ഓപ്പറേഷൻ റിപ്പോർട്ട് കേട്ടോ. ഓപ്പറേഷൻ റിപ്പോർട്ട് അനസ്തേഷ്യ കഴിഞ്ഞതിനടുത്ത് ഓപ്പറേഷൻ ആണ് അല്ലെ. ഓപ്പറേഷൻ റിപ്പോർട്ട് എന്താണ്? ശസ്ത്രക്രിയാ സംബന്ധമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ എഴുതുന്നുണ്ട് അല്ലെ. ഇറ്റ് ഇൻക്ലൂഡ്സ് നോക്കിയ കൺസെന്റ് ഫോർ സർജറി. ആദ്യം തന്നെ വേണ്ടത് സർജറിയുടെ കൺസെന്റ് ആണ് അല്ലെ. സർജറിക്ക് രോഗിയുടെ ആ ഒരു സമ്മതം അറിയിച്ചുകൊണ്ടുള്ള കൺസെന്റ് അല്ലെ. കൺസെന്റ് വേണം. പിന്നെ പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ ആൻഡ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്. അനസ്തേഷ്യക്ക് മുമ്പുള്ള രോഗിയുടെ അവസ്ഥ, അനസ്തേഷ്യ സമയത്ത് രോഗിയുടെ അവസ്ഥ, അനസ്തേഷ്യക്ക് ശേഷം എന്താണ് രോഗിയുടെ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഓപ്പറേറ്റീവ് റിപ്പോർട്ട് ഉൾപ്പെടെ അല്ലെ. സർജറി നമ്മൾ സർജറിയുടെ മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ അനസ്തേഷ്യ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ ദ സർജറി. അതായത് നമ്മൾ സർജറിക്ക് മുൻപായിട്ട് തന്നെ അവരുടെ ഡയഗ്നോസിസ് നമ്മൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിന് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് എന്നാണ് പറയുന്നത്. ഓപ്പറേഷന് മുമ്പായിട്ട് നമ്മൾ നടത്തുന്ന ഡയഗ്നോസിസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് സർജറിക്ക് മുൻപായിട്ട് തന്നെ ചെയ്ത് വെച്ചിരിക്കണം, അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. It involves a full description of the detection, both normal and abnormal, the organs explored, procedures, sutures, drains and sponges used, name of surgeons and assistants. അത് കൂടാതെ നമ്മൾ ആ രോഗിയുടെ ശസ്ത്രക്രിയാ സമയത്ത് നോർമൽ ആയിട്ടും അബ്നോർമൽ ആയിട്ടും നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ ഏതൊക്കെ ഓർഗൻസിന്റെ സർജിക്കൽ ഓപ്പറേഷൻസ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത്, ഏതൊക്കെ പ്രൊസീജിയറുകളാണ് നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത്, പിന്നെ സ്വിച്ചേഴ്സ് നമ്മൾ സർജറിക്ക് നമ്മൾ കൊടുക്കുന്ന തുന്നലുകളൊക്കെ ഉണ്ടല്ലോ, ഏത് ടൈപ്പ് ഓഫ് സ്വിച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ ഡ്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ്ഡ്. ഓക്കെ, നമ്മൾ സർജറിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ചസ്, മറ്റുപകരണങ്ങള്, ഡ്രെയിൻസ് അല്ലെ, ഇതെല്ലാം തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പ്ലസ് എന്താണ് നെയിം ഓഫ് സർജൻസ് ആൻഡ് അസിസ്റ്റന്റ് കേട്ടോ.
സർജറി നടത്തുന്ന സർജൻസിന്റെയും അസിസ്റ്റൻസിന്റെയും പേരും കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് റിക്കവറി റൂം റെക്കോർഡ് കേട്ടോ. റിക്കവറി റൂം റെക്കോർഡ് എന്താണ്? റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ദ കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ്സ് ദ ഓപ്പറേറ്റിംഗ് റൂം ടിൽ ഹി റീച്ചസ് ദ നഴ്സിംഗ് റൂം. അതായത് നമ്മളൊരു രോഗിയുടെ സർജറി കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആ രോഗിയെ വിടുന്നത് തൊട്ട് അവരെ നഴ്സിംഗ് റൂമിലോട്ട്, ഓക്കെ, അവരുടെ റൂം അല്ലെങ്കിൽ വാർഡിലോട്ടൊക്കെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ മീൻസ് നമ്മൾ പറയില്ലേ സർജറിക്ക് ശേഷം നമ്മൾ അവരെ പ്രവേശിപ്പിക്കുന്ന അടുത്ത ഏരിയ അല്ലെ, ഇപ്പൊ നഴ്സിംഗ് റൂം ആവാം, ചിലത് ICU ആവാം അല്ലെ. ഓക്കെ, അപ്പം അവിടെ വരെയുള്ള അങ്ങനെയുള്ള ഇൻഫർമേഷൻസുകളാണ് റിക്കവറി റൂം റെക്കോർഡിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത് കേട്ടോ. ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ, അതെ, പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂം എന്ന് പറയും കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഡെഫിനിഷൻ മാർക്ക് ചെയ്ത് വെക്കാം. എന്താണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ്സ് ദ ഓപ്പറേറ്റിംഗ് റൂം ടിൽ ഹി റീച്ചസ് ദ നഴ്സിംഗ് റൂം. ഓക്കെ, അടുത്തതാണ് എന്ത്? നഴ്സിംഗ് നോട്ട്സ്. നഴ്സിംഗ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നഴ്സസ് ആണ് അല്ലെ, ഒരു നഴ്സ് ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണങ്ങളും മറ്റുമാണ് നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ നഴ്സസ് ഒബ്സർവേഷൻസ് ഓഫ് ദ പേഷ്യന്റ്. രോഗിയെ പറ്റിയിട്ടുള്ള നഴ്സിന്റെ ഒബ്സർവേഷൻസുകളാണ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നത് അല്ലെ. നഴ്സസ് ഒബ്സർവേഷൻസ് ഓഫ് ദ പേഷ്യന്റ്, കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ ടു ദ പേഷ്യന്റ്, നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങള്, ചികിത്സകള്, അതുപോലെ തന്നെ ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റിനോടുള്ള പേഷ്യന്റിന്റെ റെസ്പോൺസ് അല്ലെ, ചികിത്സയോടുള്ളവരുടെ പ്രതികരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, നഴ്സിംഗ് നോട്ട്സിനകത്ത് എന്തൊക്കെയാണ്? നഴ്സസ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്, കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ ടു ദ പേഷ്യന്റ് ആൻഡ് പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ് കേട്ടോ. ഇത്രയുമാണ് നമ്മൾ നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത്. അടുത്തതോ ഇറ്റ് നരേറ്റ്സ് ദ പേഷ്യന്റ്സ് റിക്വയർമെന്റ്സ്, പ്രോബ്ലംസ്, കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പേഷ്യന്റ് ബിഹേവിയർ കേട്ടോ. അതുകൂടാതെ നമ്മൾ അതിനകത്ത് ആ പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ്, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവർക്ക് ചെയ്യാൻ കഴിയുന്നതും അല്ലാത്തതുമായിട്ടുള്ള അവരുടെ കേപ്പബിലിറ്റീസ്, ലിമിറ്റേഷൻസ്, അവരുടെ ഇതെല്ലാം നമ്മൾ അവരുടെ ബിഹേവിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നമ്മൾ മീൻസ് അവരുടെ നോട്ട്സിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. And this document includes the statements of nursing measures which has to be taken to facilitate the medical care provided. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ, അതിനെ കുറച്ചും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നഴ്സിംഗ് മെഷേഴ്സുകളാണ് അവര് എടുക്കുന്നത്, അതെല്ലാം തന്നെ അവര് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ? ഓക്കെ ആണോ? അടുത്തത് TPR ചാർട്ടർ കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. TPR T സ്റ്റാൻഡ്സ് ഫോർ, P സ്റ്റാൻഡ്സ് ഫോർ, R സ്റ്റാൻഡ്സ് ഫോർ, ഇതൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ TPR ചാർട്ടർ എന്താണ്? ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ മെഷർമെന്റ്സ് ആർ ലിസ്റ്റഡ് ഇൻ ദിസ് ഫോം കേട്ടോ. അപ്പൊ T ഫോർ ടെമ്പറേച്ചർ ആണ്, P ഫോർ പ്രഷർ, സോറി പ്രഷർ ഞാൻ തെറ്റി പറഞ്ഞു, പൾസ്. ഓക്കെ, തരൂ കേട്ടോ. പൾസിന് വരെ ചിലപ്പോ പ്രഷർ നാം തരണം, അപ്പൊ തെറ്റിപ്പോകരുത്. അപ്പൊ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അതുപോലെ ബ്ലഡ് പ്രഷർ മെഷർമെന്റ്സുകളൊക്കെയാണ് നമ്മുടെ TPR ചാർട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. ദെൻ മെഡിക്കേഷൻ ഷീറ്റ്. മെഡിക്കേഷൻ ഷീറ്റ് ആ പേര് കേൾക്കുമ്പോൾ അറിയാലോ, നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻസ് അല്ലെ, ആ ഒരു മെഡിസിൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് മെഡിക്കേഷൻ ഷീറ്റിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത് അല്ലെ. നോക്കാം, ഇറ്റ് പ്രൊവൈഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് given orally, topically, by inhalation and infusion. അതായത് നമ്മൾ ഒരു രോഗിക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഏത് രീതിയിലാണ് കൊടുക്കുന്നത്, ഓറലി ആണോ കൊടുക്കുന്നത്, ഓക്കെ, ത്രൂ മൗത്ത് അല്ലെ, വായിലൂടെയാണോ കൊടുക്കുന്നത്. ടോപ്പിക്കലി മീൻസ് നമ്മൾ പറയില്ലേ, ദാറ്റ് മീൻസ് നമ്മള് സ്കിന്നിലോട്ടൊക്കെ നമ്മൾ കൊടുക്കില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടോപ്പിക്കലി, ഓക്കെ.
അതാണ് ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ ബോഡി സർഫസിലൂടെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതെ, നമ്മളിപ്പോ ഓയിൽമെന്റ് ഒക്കെ തേക്കാറില്ലേ, ഓയിൽമെന്റും മറ്റൊക്കെ നമ്മൾ തേക്കുന്നത് അത് മെഡിസിൻ തന്നെയല്ലേ. അപ്പൊ നമ്മൾ ബോഡി സർഫസിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, അതാണ് ഈ ടോപ്പിക്കലിന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതുപോലെ ഇൻഹേലേഷനിലൂടെ അല്ലെ, ഇപ്പൊ നമ്മള് നെബുലൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്തിട്ടാണ് ആ മെഡിസിൻ എടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്താണ് പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്താണ് പേര് പറഞ്ഞല്ല, നെബുലൈസർ കൂടാതെ ശ്വാസമുട്ടുള്ളവർ ഉപയോഗിക്കുന്ന സംഭവമില്ലേ, പേര് കിട്ടുന്നില്ല. ഓക്കെ, ഇൻഫ്യൂഷൻ, പിന്നെ ഈ പറയുന്ന IV ആയിട്ട് അല്ലെ, IV ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതി. ഏത് രീതിയിലാണ് നമ്മൾ അത് ഇൻഹേലർ ആണ്, ഇൻഹേലർ തന്നെ ഇൻഹേലർ. ഓക്കെ, ഇൻഹേലർ ഓക്കെ, അതൊക്കെ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ രീതിയിൽ. പിന്നെ ഇൻഫ്യൂഷൻ മീൻസ് നമ്മൾ IV ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. ഏത് രീതിയിലാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്, ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ആണ് മെഡിക്കേഷൻ ഷീറ്റിൽ നമ്മൾ എന്ത് മരുന്നാണ് എപ്പോഴാണ് കൊടുക്കുന്നത് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്പ്രേ അതന്നെ ഇൻഹേലർ, അതല്ലേ സ്പ്രേ തന്നെയല്ലേ ഇൻഹേലർ എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്, ദ ഡേറ്റ്, ടൈം, നെയിം ഓഫ് ഡ്രഗ്, ഡോസ് ആൻഡ് റൂട്ട് ബൈ വിച്ച് ഇറ്റ് വാസ് ഗിവൺ ആർ ഡോക്യുമെന്റഡ് ആഫ്റ്റർ ദ ഡ്രഗ് ഹാസ് അഡ്മിനിസ്റ്റർഡ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാല്, മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആ മരുന്ന് കൊടുത്ത തീയതി, സമയം, ഏത് ഡ്രഗാണ്, ആ മരുന്നിന്റെ പേര്, അതിന്റെ ഡോസ്, ഏത് റൂട്ടിലൂടെ, റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓറലി ആണോ, ടോപ്പിക്കലി ആണോ, ഇൻഹേലേഷനിലൂടെ ആണോ, അത് ഇൻഫ്യൂഷനിലൂടെ ആണോ, ഏത് രീതിയിലാണ് നമ്മൾ ആ മരുന്ന് രോഗിയിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ മെഡിക്കേഷൻ ഷീറ്റിനകത്ത് രേഖപ്പെടുത്തുന്നു. ഓക്കെ, പിന്നെ വരുന്നത് മിസലേനിയസ് റിപ്പോർട്ട്സുകളാണ്. ഇതിൽ പറയാത്ത മറ്റു പല വക റിപ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടോ. The specialized care units of the hospital like ICU, CCU, etc. are included in this form. Miscellaneous reports എന്ന് പറയുമ്പോൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ICU അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലൂടെ സംബന്ധപര അവിടെയൊക്കെ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ട് അവിടെ നിന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് കേട്ടോ മിസ്സലേനിയസ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പൊതുവായിട്ട് പറയുന്നതാണ്. പിന്നെ ഫിസിക്കൽ തെറാപ്പി, ഫിസിയോതെറാപ്പി നമ്മൾ കേട്ടിട്ടില്ലേ, ഫിസിയോതെറാപ്പി അതെ അതാണ് കേട്ടോ. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ തെറാപ്പി. ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അസസ്മെന്റ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് which include the use of exercise, heat, cold water, electricity, ultrasound and physical means to bring back the patient to the useful activity. നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അല്ലെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് അല്ലെ, വ്യായാമത്തിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ചൂട്, തണുപ്പ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്, ശാരീരികമായിട്ടുള്ള മറ്റു മാർഗങ്ങള്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു രോഗിയെ അവരുടെ ഒരു പഴയ ഒരു യൂസ്ഫുൾ ആക്ടിവിറ്റിയിലോട്ട് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട അസസ്മെന്റുകളും ട്രീറ്റ്മെന്റുകളും, ദാറ്റ് ഈസ് കോൾഡ് ഫിസിയോതെറാപ്പി. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ വരുന്നത് എന്താണ്, സോഷ്യൽ സർവീസ് ഡാറ്റയാണ് കേട്ടോ. ഇതാണ് സോഷ്യൽ സർവീസ് ഡാറ്റ. എന്താണ് സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറഞ്ഞാല്, ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, social information and problems identified by the patient, his family and the social worker. Okay, അതായത് നമ്മളൊരു രോഗിയുടെ സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുമ്പോൾ ആ രോഗിയുടെ എന്താ പറയാ സോഷ്യൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെ. ഓക്കെ, സാമൂഹ്യമായിട്ടുള്ള അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അവര് ആ ഒരു സൊസൈറ്റിയിൽ അവര് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ അല്ലെ, അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സൊസൈറ്റി മീൻസ് അവരുടെ ആ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയില് അവരുടെ ഒരു എന്താ പറയാ അവസ്ഥ എന്താണ്, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ. പിന്നെ ഈ സൊസൈറ്റിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസുകൾ അല്ലെ ഫേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇൻക്ലൂഡിങ് അവരുടെ ഫാമിലി സംബന്ധമായിട്ടുള്ള ആ ഒരു അവരുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, വേറൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. സോഷ്യൽ സർവീസ് ഡാറ്റ കേട്ടോ, അതായത് ഒരു രോഗിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സോഷ്യൽ ഇൻഫർമേഷൻസ്, അവര് സൊസൈറ്റിയിൽ നിന്ന് ഫേസ് ചെയ്യപ്പെടുന്ന പ്രോബ്ലംസുകള്, അവരും അവരുടെ ഫാമിലിയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്ക് ഉൾപ്പെടുത്തുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഡിസ്ചാർജ് സമ്മറി. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ബ്രീഫ് റീക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. അതായത് ഒരു രോഗിയുടെ ഹോസ്പിറ്റലിലുള്ള അവരുടെ ചികിത്സയുടെ ഒരു ബ്രീഫാണ് ഇത് ശരിക്കും ഡിസ്ചാർജ് സമ്മറി. ശരിയല്ല, അഡ്മിഷൻ തൊട്ട്
ഡിസ്ചാർജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ ഒരു രീതിയിൽ ഒരു കൃത്യമായ ഒരു ഫ്ലോ ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ ഡിസ്ചാർജ് സമ്മറി പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്തൊക്കെ ഉൾപ്പെടുത്തും? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, അതുപോലെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ്, procedures, therapies given and response, condition at the time of discharge, and instructions provided regarding medications, physical activities, diet and follow-up care. ഇതെല്ലാം നമ്മൾ ഒരു ഡിസ്ചാർജ് സമ്മറിക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തതിന്റെ റീസൺ എന്താണ്, അതുപോലെ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങള്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അവർക്ക് കൊടുത്തത്, എന്തൊക്കെ ചികിത്സകൾ കൊടുത്തു, എങ്ങനെയായിരുന്നു അതിന്റെ റെസ്പോൺസ്, ഡിസ്ചാർജ് സമയത്ത് അവരുടെ കണ്ടീഷൻ എന്താണ്, മരുന്നുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസുകളെ സംബന്ധിച്ച്, ഡയറ്റിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻസുകൾ കൊടുത്തിട്ടുണ്ടോ, ഇതെല്ലാം തന്നെ നമ്മൾ ഡിസ്ചാർജ് സമ്മറിക്കകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് വരുന്നത് കേട്ടോ. ഇനി ഹരിത പ്രോഗ്രസ് നോട്ടാണ് ചോദിച്ചത് അല്ലെ. പ്രോഗ്രസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവില്ലേ? പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു രോഗി ഹോസ്പിറ്റലിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും, സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവേണ്ടതാണ് അല്ലെ. നോർമൽ കേസ് അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ്, അതായത് നമ്മളൊരു രോഗിയുടെ ചികിത്സ കൊടുക്കുമ്പോൾ അവർക്ക് വരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് അല്ലെ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്, അതാണ് എന്ത് പ്രോഗ്രസ് നോട്ട്. അപ്പൊ ഒരു പ്രോഗ്രസ് നോട്ട് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? പേഷ്യന്റ് ഇൽനെസ്, കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ് അല്ലെ, രോഗിയുടെ അസുഖ കാരണം എന്താണ്, പിന്നെ അവർക്ക് നമ്മൾ ചികിത്സ കൊടുക്കുന്നുണ്ട് അല്ലെ, ആ ചികിത്സയോടുള്ള അവരുടെ പ്രതികരണം എന്താണ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്. ദാറ്റ് മീൻസ് രോഗിയുടെ പ്രതികരണം എന്ന് വെച്ചാൽ രോഗി എങ്ങനെ തിരിച്ചു പെരുമാറുന്നു എന്നതിന് അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ രോഗിയുടെ ബോഡി എത്രത്തോളം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ് സമയത്ത് അവരുടെ അവസ്ഥ എന്താണ് അല്ലെ, ഇതൊക്കെയാണ് നമ്മളൊരു പ്രോഗ്രസ് നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഇനി പ്രോഗ്രസ് നോട്ടിലെ വിവരങ്ങള് അത് പൂർത്തിയാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് കേട്ടോ. അവരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അത് ചെയ്യുന്നത്. ഡോക്ടർക്കല്ലേ ഇത് അറിയാൻ പറ്റുള്ളൂ, അദ്ദേഹമാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കുന്നത് അല്ലെ. അതുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. പിന്നെ ഒരു പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? അഡ്മിഷൻ നോട്ട് ഉണ്ട്, ഫോളോ അപ്പ് നോട്ട് ഉണ്ട്, ഫൈനൽ നോട്ട് ഉണ്ട്. ഓക്കെ, അഡ്മിഷൻ നോട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ് റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ അല്ലെ. ഫോളോ അപ്പ് നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആണ്. സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ് അല്ലേ ഫൈനൽ നോട്ട് എന്ന് പറയണേ. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ തയ്യാറാക്കുന്നതല്ലേ ഇത് ഫൈനൽ നോട്ട്. ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ അഡ്മിഷൻ നോട്ട് എന്താണ്? അഡ്മിഷൻ നോട്ടിൽ എന്താണ്? നമ്മളൊരു രോഗി അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എന്താണ് എന്നതിനെ പറ്റി അഡ്മിഷൻ നോട്ടിൽ നമ്മൾ രേഖപ്പെടുത്തും കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതുപോലെ പ്രോഗ്രസ് നോട്ടില് നമ്മൾ കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും അതിനോടുള്ള അവരുടെ റെസ്പോൺസും അവരിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം തന്നെ നമ്മൾ അതില് ഡോക്യുമെന്റ് ചെയ്യും കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ പ്രോഗ്രസ് നോട്ട് എന്താണ്? അപ്പൊ നമ്മുടെ കണ്ടന്റുകൾ അവിടെ അവസാനിക്കാണ് കേട്ടോ. നമ്മൾ ഇത്രയും പഠിച്ചത് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡാണ്. അപ്പൊ 2 കാറ്റഗറി ആയിട്ട് പഠിച്ചു എന്ന് മാത്രം കേട്ടോ. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, മറ്റൊന്ന് ക്ലിനിക്കൽ ഡാറ്റ. ഓക്കെ, ക്ലിനിക്കൽ ഡാറ്റ 22 ഉണ്ട്. നിങ്ങൾ ക്ലിനിക്കൽ ഡാറ്റ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ഫിസിഷ്യൻ ഓർഡർ, എന്താണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്, എന്താണ് പാത്തോളജി റിപ്പോർട്ട്, TPR ചാർട്ട്, D എന്താണ്, B എന്താണ്, R എന്താണ്. ഓക്കെ, പിന്നെ എന്താണ് ഈ പറഞ്ഞ നഴ്സിംഗ് നോട്ട്സ് എന്താണ്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അസംബ്ലിംഗ് ആണ് കേട്ടോ. അതായത് നമ്മുടെ അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. നമ്മളിപ്പോ ഒരുപാട് മെഡിക്കൽ റെക്കോർഡ് ഫോമുകളൊക്കെ പഠിച്ചല്ലോ അല്ലെ. മീൻസ് മെഡിക്കൽ റെക്കോർഡ് സംബന്ധമായ കണ്ടന്റുകളും റിപ്പോർട്ടുകളും ഫോമുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഏകദേശം. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മളൊരു മെഡിക്കൽ റെക്കോർഡിനകത്ത് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അസംബിൾ ചെയ്ത് വെക്കുന്നത്? വെറുതെ ഇങ്ങനെ നമ്മൾ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കില്ലല്ലോ, അതിനൊരു ഓർഡർ ഉണ്ട് അല്ലെ, ഒരു അസംബ്ലിംഗ് ഉണ്ട്. ആ അസംബ്ലിംഗ് ആണ് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇത് പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അത്ര ഇമ്പോർട്ടന്റ് അല്ല. അത് വെറുതെ വായിച്ചു പോകാന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ അസംബിൾ ചെയ്യുന്ന ഓർഡർ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിൽ വരുന്ന ഓരോ ഫോമുകളും കാര്യങ്ങളും വെറുതെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അത് നിങ്ങൾ എത്ര കാര്യമായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. വായിച്ച് മനസ്സിലാക്കി പോകേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗങ്ങള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫയലിംഗ് നമുക്ക് പഠിക്കാനുണ്ട്, ഫോർമാറ്റും പഠിക്കാനുണ്ട്. അത് ശരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് കേട്ടോ. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.
അടുത്ത ക്ലാസ് ഒക്കെ നാളെയാണല്ലോ, അപ്പൊ നാളെ നിങ്ങൾ എന്നെ കാണും. പിന്നെ വെള്ളിയാഴ്ച പിന്നെ ഞാനല്ല. അപ്പൊ ഓക്കെ കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.